കൊച്ചി വടുതലയിൽ അയൽവാസിയെയും ഭാര്യയെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി യുവാവ് ആത്മഹത്യ ചെയ്തു. വടുതല സ്വദേശി വില്യമാണ് ആത്മഹത്യ ചെയ്തത്. വില്യം തീ കൊളുത്തിയ ക്രിസ്റ്റഫറിനെയും ഭാര്യ മേരിക്കുട്ടിയെയും ലൂർദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 50% പൊള്ളലേറ്റ ക്രിസ്റ്റഫറിന്റെ നില ഗുരുതരമാണ്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് അമൽ സുരേന്ദ്രനാണ്. അമൽ, എന്താണ് ഇത്തരത്തിലൊരു ക്രൂരമായ ആക്രമണത്തിന് പിന്നിലുള്ള പ്രകോപനം? ക്രിസ്റ്റിന, ഇന്ന് വൈകിട്ടോടുകൂടി ലൂർദ് ആശുപത്രിക്ക് പിന്നിലായിട്ടുള്ള ഗോൾഡൻ സ്ട്രീറ്റിനെ ആകെ നടുക്കത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് ഉണ്ടായത്. ഈ ഒരു സംഭവത്തിന്റെ ഏറ്റവും പെട്ടെന്നുള്ള പ്രകോപനത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതലായ വിവരങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ തന്നെയും നാളുകളായി തുടർന്നു വരുന്ന ഒരു അയൽപക്ക തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യത്തിലേക്ക് ഈ വില്യംസ് എന്ന ആളെ നയിച്ചത് എന്നാണ് പ്രദേശവാസികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇയാൾ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളുമായി എല്ലാം ഇയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്നതിന്റെ ഈ ഒരു വളവ് തിരിഞ്ഞ പള്ളിയിൽ നിന്ന്, ചത്തനാട് പള്ളിയിൽ നിന്ന് ചില പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് മേരിക്കുട്ടിയും ഭർത്താവ് ക്രിസ്റ്റഫറും തങ്ങളുടെ ഇരുചക്ര വാഹനങ്ങളിൽ ഈ വീട്ടിലേക്ക് പോകുന്ന ഈ ഒരു വളവ് തിരിഞ്ഞു പോകുന്ന CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ വളവിൽ തന്നെയുള്ള ഒരു വീട്ടിലെ CCTV ക്യാമറയിലാണ് ഇവർ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയും പിന്നീട് അവിടെ ഈ ഒരു ആക്രമണം ഇവരെ വഴിയിൽ തടഞ്ഞു നിർത്തി വില്യംസ് തലയിൽ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. കുപ്പിയിൽ കരുതി വെച്ചിരുന്ന പെട്രോളാണ് ഒഴിച്ചത്. അതിനുശേഷം ഈ ഒരു തീ പടർന്നതിന് ശേഷം തൊട്ടടുത്തുന്ന വീട്ടിൽ നിന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്തുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി വില്യംസും ഭാര്യ മേരിക്കുട്ടിയും ഈ മെയിൻ റോഡിലേക്ക് ഇറങ്ങി വരുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ഇന്ന് രാത്രിയോട് തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് വില്യമിന്റെ ഈ ഒരു സംഭവം നടന്നതിനെ തുടർന്ന് വില്യംസ് ഇവർക്ക് തീ കൊടുത്തതിന് ശേഷം തന്റെ വീടിനുള്ളിലേക്ക് കയറി പോവുകയും തൂങ്ങി മരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ വില്യംസിന്റെ ശരീരം ഇപ്പോഴും ആ വീടിനുള്ളിൽ തന്നെയാണുള്ളത്. ആ മൃതശരീരം താഴെ ഇറക്കിയും ഇൻക്വസ്റ്റ് നടപടികളും പുരോഗമിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റീന, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അമൽ സുരേന്ദ്രൻ.